വെച്ചിരിപ്പാണോ? കുമ്പിട്ടിരുന്നാ പോരാ, ഇന്റർവെല്ലിന് സമയം കഴിഞ്ഞു. വേഗം ചെല്ലേ, വേഗം ചെല്ലേ. റെഡി ആവില്ലേ? വേഗം ചെല്ലടോ. എന്തൊരു ബഹളം കേൾക്കുന്നു. എന്താ അല്ല മൂപ്പാപ്പാടുകാരൻ പെമ്പിളാരെ പിടിക്കാനുണ്ട്. ഹലോ, എന്ത് അയാൾ പറഞ്ഞ സത്യമാണോ? കാരണം ഞങ്ങൾ കൂടെ ചീത്തപ്പേരുണ്ടാക്കാണ് നിന്റെ ഭാവം. നീ ആരാളൊക്കെ ചോദിക്കാൻ? എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. എന്റെ കാര്യത്തിൽ ഇടപെടുന്ന പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഈ സ്ഥാപനത്തിന് ചീത്തപ്പേര് വരാൻ ഇനി വേറെ വല്ലതും വേണോ? ഇവനെ പോലുള്ള ഒരു അലവരാദ്യം വെച്ചോണ്ട് ഈ ട്രൂപ്പ് നടത്തിക്കൊണ്ടുപോകാൻ ഇനി ഞാനില്ല. ഇന്ന് മുതൽ അവൻ വേണോ അതോ ഞാൻ വേണോ അച്ഛൻ തീരുമാനിക്കും. ഓ, ഈ പറയുന്നതിന് അടുത്ത് വലിയ പുണ്യാളത്തിനല്ലേ? നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഞാൻ നാട്ടുകാരുടെ കൈയും കാലം പിടിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ ഒരു എല്ലാവരും ബാക്കിയാണില്ലായിരുന്നു. കള്ളു കുടിച്ച് സ്റ്റേജിൽ കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചത് ആകെ കുളമാവുന്നു. ആര്? ഇവൻ. അപ്പൊ താൻ കള്ളു കുടിക്കുന്നോ? ഞാൻ കള്ളു കുടിച്ചോണ്ടാ നിങ്ങളുടെ ഒക്കെ തടി ഇതുവരെ കേടുവരാതിരുന്നത്. അച്ചോ, ഇവർക്ക് വേണ്ടി ഞാൻ കുടിച്ചു കുടിച്ച് ഇപ്പൊ ഒരു മുഴു കുടിയനയച്ചോ. നിർത്തണോ, ഇനി കുടി നിർത്താൻ പറ്റില്ല അച്ചോ. എന്റെ കർത്താവേ, എന്തൊക്കെ വൃത്തികേടാ ഇവിടെ നടക്കണേ. അന്തസ്സോടുകൂടി നടക്കുന്ന ഒരു സ്ഥാപനമായത്. അതെ അതെ, പ്രേമോ ഒളിച്ചോട്ടൊക്കെ ഇവിടെ നടക്കുന്നത് അച്ഛന്റെ ആശീർവാദത്തോടു കൂടിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട, ഇറങ്ങി പോയിക്കോ. എന്നെ അങ്ങനെ വേറിട്ടൊന്നും വേണ്ട. ഇവിടുന്ന് പോയെന്ന് വെച്ച് ഞാൻ തെണ്ടി കിടക്കാനൊന്നും പോകുന്നില്ല. നിന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞത്? ഞാൻ പോകാൻ തന്നെ വന്നത്. ഒരാഴ്ചക്കെ ഞാൻ പുതിയ ട്രൂപ്പ് ഉണ്ടാക്കില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കും. അല്ലെങ്കിൽ നിന്റെ പേര് മാറ്റണമെന്ന് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഈ ജിമ്മി എന്നുള്ളത് സാധാരണ പട്ടിയെ കിടുന്ന പേരാ. നിർത്തണോ. എടാ, എന്നെ നീ ഔട്ടാക്കിയിട്ട് നീ അങ്ങനെ വിചാരിക്കണ്ട. ഒരുത്തൻ ട്രൂപ്പിന്ന് പോയെന്ന് വെച്ച് പരിപാടി നടത്താതിരിക്കാൻ പറ്റുമോ? ഞായറാഴ്ച മണ്ണൂത്തിയുടെ പരിപാടി നിങ്ങൾ 5 പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുക. അല്ലച്ചോ, 6 പേര് ചേർന്ന് കാണിക്കുന്ന നമ്പറുകൾ 5 പേര് കാണിച്ചാൽ ശരിയാവില്ല. പോരാത്തതിന് ധാരാളം പുതിയ ട്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളെ കൂടെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പരിപാടി ശരിയാവില്ല. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ജിമ്മിക്ക് പകരം ഞാൻ ഇറങ്ങി കളിക്കാം. എന്താ? അത് മതി. അച്ഛനാവുമ്പോ നല്ല കോമഡിയും കിട്ടും. പോടാ, ഇക്കണക്കിന് പോയാ നീയൊക്കെ എന്നെ കളിപ്പിക്കാൻ മാത്രമല്ല കുളിപ്പിച്ചിവിടെ കിടത്തും. അച്ഛൻ, എനിക്കൊരു ഐഡിയ. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? അത് കൊള്ളാം. നിനക്ക് പെണ്ണുങ്ങളുടെ പുറകെ നടക്കാൻ മാത്രമല്ല ബുദ്ധിപരമായിട്ടുള്ള കഴിവുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നീ അഹങ്കരിക്കും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. മിണ്ടിപ്പോര്. നീ ഒരുത്തനായി ഇതിനൊക്കെ കാരണക്കാരൻ. ഇപ്പൊ തന്നെ ജിമ്മിക്ക് പകരം നീ വേറൊരാളെ തപ്പിക്കൊണ്ടുവന്നില്ലെങ്കിൽ നിനക്ക് പകരം വേറൊരാളെ ഞാൻ തപ്പും. ഞാനിത് അവിടെ പോയി തപ്പും. പോയി തപ്പടാ. വാടാ, തപ്പാടാ. ഞാൻ പോയി തപ്പട്ടെ അച്ചോ. നിനക്ക് എപ്പോഴും നിനക്കൊരു കളി. എവിടെന്നെങ്കിലും ഒരുത്തനെ തപ്പിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ ഇന്നും അച്ഛന്റെ വളിച്ച മോന്ത കാണേണ്ടി വരും. അതിപ്പോ തപ്പിക്കൊണ്ട് എന്തായാലും അച്ഛന്റെ മോന്ത കാണേണ്ടി വരും. അത് ശരിയാ, കൊന്ത മാറിയാലും അച്ഛന്റെ മോന്ത മാറൂല. ഇവിടെ അടുത്തല്ലേ ആ പടക്കം ബേബി താമസിക്കുന്നത്? പടക്കം ബേബി അതായത് പഴയൊരു മ്യൂക്കറിക്കാരന്. വെടിക്കെട്ടാണ് അവന്റെ മെയിൻ ഐറ്റം. അങ്ങനെ പടക്കം ബേബി എന്ന് പേര് വന്നത്. അവന് കിട്ടുമോ? നമുക്ക് അവനെ ഒന്ന് തപ്പി നോക്കാം. അതെ, നിസാം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. അവൻ ഇവിടെ വന്നിട്ട് നമ്മളെ കണ്ടില്ലെങ്കിൽ വല്ല മണ്ടത്തരവും കാണിക്കും. നീ ഒന്ന് നോക്കിട്ട് വാ, ഞാൻ വിളിക്കാം. ഒരു വിവരം ചോദിച്ചോട്ടെ, ഹനീഫിന്റെ വീട് എവിടെ? ഹനീഫ മരിച്ചു പോയോ? മിമിക്രി ഹനീഫ? മുക്രി ഹനീഫ തന്നെ. ഇപ്പൊ മുക്രി ചെയ്തു പോകുമ്പോ. മുക്രി അല്ല, മിമിക്രി എന്ന് വെച്ചാല്? മിമിക്രി എന്ന് വെച്ചാല് ഈ തവളയുടെയൊക്കെ. തവളയോ? അല്ലടോ, തവളയല്ല, തവക്കള അരിവിയായിരിക്കോടോ. തന്നെ ആരെങ്കിലും വിളിച്ചോ? തവളയാണോ തവക്കളയാണോ ഞങ്ങൾ തീരുമാനിച്ചോളാം. സംശയം ചോദിക്കാൻ ഞങ്ങളല്ലേ. ഒരാള് ഒന്ന് സംശയം ചോദിക്കുമ്പോ നീ എന്തിനാ ഓടിയത്? പിന്നെ നീ ഓടാൻ കണ്ടിട്ട് ഞാനിവിടെ വെറുതെ നിൽക്കാനാ? നീ എന്തിനാ ഓടിയത്? ഞാൻ നിന്നെ കാണാതെ ഓടി നടക്കായിരുന്നു. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? അതെ, ഞാൻ വരുന്ന വഴിക്ക് ഒരു പാവം കളവൻ 1 രൂപ കാണാതെ പോയിട്ട് വഴി കിടന്ന് തപ്പണടാ. ഞാൻ അവിടെ നിന്ന്. അയാളുടെ രൂപ കാണാതെ പോയെങ്കിൽ അയാൾ തപ്പിക്കോട്ടെ. നിനക്ക് നിങ്ങൾ പോന്നൂടായിരുന്നോ? അയാൾ പോകാതെ ഞാൻ എങ്ങനെ പോരും? എന്താ പോന്നാല്? ആ 1 രൂപ ഞാൻ ചവിട്ടി പിടിച്ചിരിക്കല്ലായിരുന്നു. പിന്നെങ്ങനെ പോരും?
എന്നിട്ട് രാത്രി മോശം ഇവനല്ല യവനെ പോലെ ഇരിക്കുന്ന വേറെത്തിനാ അതോ നീ തന്നെ ബുദ്ധിയില്ലാത്ത യവൻ എന്തെങ്കിലും പറഞ്ഞു തരുത്തി വേറില്ലാത്ത ചേട്ടൻ ക്ഷമിക്കണ്ടേ പറ്റി ഓടിവാ അതെ ഡിസിപ്ലിൻ വേണം ഡിസിപ്ലിൻ വേണം എല്ലാ മിമിക്രി ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചോ. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. അച്ഛോ എല്ലാരും എത്തി. അച്ഛനെവിടെ? ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഈ തറക്കണ്ട എവിടെ പോയി കിടക്കുക? തറക്കണ്ടതിന് ഇവിടെ കുളിച്ചിട്ടിരിക്കുക. എന്താ എല്ലാരും എത്തി? ആര് മന്ത്രി? അല്ല മിമിക്രി. നമ്മുടെ മിമിക്രി ട്രൂപ്പിൽ ഒരാളുടെ കുറവില്ലേ? ഇന്റർവ്യൂവിന് ഒരുപാട് പേര് എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ സങ്കല്പിച്ചുകൊണ്ടെന്നതാ. പിന്നെ എല്ലാവരുടെ മുഖത്തിലും ഇനിയും അച്ചടക്കവും ഉണ്ടാവണം. അപ്പൊ അമ്മ ഇവിടെ അച്ഛോ ഇത് റൊണാൾഡ് ഒരു കൊച്ചിയുടെ ഭാവാഭിനയം ഈ പരുക്കൻ രൂപത്തിൽ മിന്നി മറയും. എന്നാ അവനോടത് മിന്നി മറയ്ക്കാൻ പറ. കാണിക്ക് മിമിക്രി പാട് കുട്ടിയുടെ പാട്ട്. കാണിക്കും. അതെ മതി മതി പണികൾ മതി. ആദ്യം ഇവന്റെ കുർബാന നടത്തി കൊണ്ട് ഇങ്ങനെ മാറി. മറ്റേ ഇവിടെ വാ. എന്റെ കൈ നീയല്ല മാറി. മറ്റേ അവനെന്താ പോയി ഒളിച്ചു ഇവിടെ പാടും. അച്ഛോ ഈ ബസ്സിലൊക്കെ ആളുകൾ പാട്ട് പാടൂലേ? അത് അതിനേക്കാൾ നന്നായിട്ട് ഇയാൾ പാടും. ഇങ്ങോട്ട് പാടും. പാട് പാട് പാട്. സുത്തരി സുത്തരി ഒത്തൊരുക്കി വാ ഡാലയാട് താലിബകളോ സുത്തരി സുത്തരി ഒത്തൊരുക്കി വാ താലയാട് താലിബകളോ ദേയും വരറ്റ പെക്കളായിട്ടിട്ടു ഭേളം അതേയും വരറ്റ പെക്കളായിട്ടിട്ടു ഭേളം എകടക സുത്തരി 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 ഒത്തൊരുക്കി വാ താലയാട് താലിബകളോ അയ്യേ ഇയാൾ പോയിക്കോ. അങ്ങോട്ടുണ്ടോ ഏതെങ്കിലും ബസ്സിൽ പോയി പാട്. അച്ഛോ പള്ളിയിലെ അച്ഛന്മാരെ കളിയാക്കി പാട്ട് പാടുന്ന ഒരാളുണ്ട്. വിളിക്കട്ടെ. ആ കറുപ്പ ഷർട്ടിട്ട് ശശിനെ വിളിച്ചേ. അച്ഛൻ വിളിച്ചോ? എന്തിനാ കൊന്ത? കർത്താവിന് മുത്താനടാ. നിന്റെ അയ്യേ എല്ലാവരും ഓടിക്കോ. അച്ഛന് മറമ്പത്തി നോക്കിക്കണ്ട് പോണോ? നമുക്ക് എന്താ അടുത്ത പരിപാടി? ഒരുത്തനെ പോലും ഒരു ചുവടുള്ള ഇതൊക്കെ എന്റെ ശിഷ്യന്മാരാ. അങ്ങോട്ട് നോക്കണ്ട പിള്ളേര്. ഇതേതാ ഈ കക്ഷി? ഇവൻ എവിടെ നിന്ന് പൊക്കിക്കൊണ്ടോന്നായിരിക്കും. എനിക്ക് സംശയമുണ്ട്. സംശയം വേണ്ട. കാണാൻ കൊള്ളാൻ എന്ത് കണ്ടാലും അവൻ പൊക്കിയിരിക്കും. അതെ എന്താ ഇത് ഞാൻ കൊണ്ടുവന്നാണോ? ഓഹോ അപ്പൊ തനിക്കും തുടങ്ങി ഈ അസുഖം? ഇല്ലച്ചോ എനിക്ക് അസുഖമൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ മിമിക്രി ട്രൂപ്പിലേക്ക് കൊണ്ടുവന്ന ആർട്ടിസ്റ്റാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് പെൺകുട്ടിയല്ലേടോ? അതേച്ചോ പെണ്ണ് തന്നെ, ഒരു സംശയമില്ല. എന്റെ കർത്താവ് നീ എന്നെ അങ്ങോട്ട് എടുക്കുക. അച്ചോ മിമിക്രി ചരിത്രത്തിൽ ഒരു മഹാസംഭവമായിരിക്കും. 5 ആണും 1 പെണ്ണും ഒറ്റ ട്രൂപ്പിൽ. പ്രോഗ്രാമിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല അച്ചോ. പ്രസീദേ ആ മോഹൻലാലിന്റെ നമ്പർ 1 കാണിച്ചു കൊടുത്തേ. സാറേ എന്നിങ്ങനെ എല്ലാരെയും മുമ്പിൽ വെച്ചിങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് സാർ. സാർക്ക് എന്നോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ നേരിട്ടൊന്നും കൂടെ പറഞ്ഞാൽ മതി കേട്ടോ. അല്ലാതെ എല്ലാരെയും മുമ്പിൽ വെച്ചിങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. അപ്പൊ പിന്നെ ഞാൻ വരട്ടോ? ഇനിയുണ്ടാച്ചോ ആ സുരേഷ് ഗോപിയുടെ നമ്പർ ഒന്ന് കാണിച്ചു കൊടുത്തേ. അച്ഛനത് പറയുന്നത് എനിക്കറിയാം. അന്ന് എന്തുണ്ടായിരുന്നു കൃഷ്ണൻപിള്ളയ്ക്ക് പറയാൻ? ടി പി സ്കൂളർ മാഷായിരുന്നു നിങ്ങൾ. ഇപ്പൊ വലിയ മന്ത്രയെ നടക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ കാശിന്റെ വിലയാ. വേണം ഇപ്പൊ പോലീസ് എടുത്ത് പറയാം. ശേഖരോട്ടിക്ക് അമ്മ എണ്ണിക്കോളാം. എങ്ങനെയുണ്ട്? ഇനിയുണ്ടാച്ചോ? ഇനി വേണ്ട വേണ്ട വേണ്ട, നന്നായിട്ടുണ്ട്.
വളരെ നന്നായിട്ടുണ്ട്. കുട്ടി ഇവിടെ വരൂ. കുട്ടി, ഇവിടെ കുറെ അലവലാദികളുണ്ട്. അവരൊരൊറ്റ എണ്ണത്തിന് വിശ്വസിക്കരുത്. പെൺകുട്ടികളുടെ ട്രൂപ്പ് തുടങ്ങുമ്പോൾ അച്ഛൻ വിളിക്കാം. പോയിക്കോ. ദാ ഭ്രാന്താ, ഇങ്ങട് വന്നേ. അപ്പൊ ലാലേച്ചി ചെല്ലു കേട്ടോ. ആ കുട്ടിയുടെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ നീ എന്തിനാണ് പട്ടി അതിന്റെ പിന്നാലെ മണത്ത് പുറത്ത് നടക്കണേ? എക്സ്ക്യൂസ് മീ, ഇവിടെ മിമിക്രി ട്രൂപ്പിൽ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതെ, ആവശ്യമുണ്ട്. ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റാ. അയ്യോ, നല്ലതുപോലെ മിമിക്രി കാണിക്കോ? ഒരുവിധമൊക്കെ. ശരി, എങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു ഐറ്റം കാണിക്കാൻ പറ്റൂ. അതായത് വളരെ തിരക്കുള്ള ഒരു റോഡ്, നല്ല സ്പീഡിൽ പോകുന്ന ഒരു ടെമ്പോ, ഒരു അംബാസഡർ കാർ, ഒരു മാരുതി കാർ, ഒരു ജിപ്സി, ഒരു ഓട്ടോറിക്ഷ, ഒരു ലാംബി സ്കൂട്ടർ, ട്രെയിനും. ട്രെയിനും, ഇതെല്ലാം കൂടി ഒരുമിച്ച് പോകുന്ന ശബ്ദം ഒറ്റയ്ക്കുണ്ടാക്കാൻ പറ്റുമോ? അതൊന്നും ഉണ്ടാക്കി കാണിച്ചു തന്നാൽ അതുപോലെ അവതരിപ്പിക്കാം. ഉണ്ടാക്കി കാണിച്ചു തന്നിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കാണ് ഉണ്ടാക്കിയ പോരെ. അയ്യോ, ഉണ്ടാക്കാൻ വന്നേക്കണം. അല്ല, ഞാനൊന്ന് ഫാദറിനെ കണ്ടിട്ട് കണ്ടിട്ട് കിട്ടാനുള്ള ഫയറിംഗ് മുഴുവൻ മാറ്റണ്ട കേട്ടാ. എല്ലാവരും ഒന്ന് നിന്നേ. എന്താ അച്ഛോ? അച്ഛനാണല്ലോ വിളിച്ചത്. ഇനി അച്ഛന്റെ ആത്മാവെങ്ങാനും ആണോ? നോക്കണ്ട, ഞാനാണ്. അല്ല, റോട്ടിൽ കൂടി എന്നാണ് ട്രെയിൻ ഓടി തുടങ്ങിയത്? അയ്യോ, അച്ഛനല്ല, ഇവൻ തന്നെയാ. എന്റെ പേര് ജയൻ. തറക്കണ്ട അച്ഛന്റെ ലെറ്റർ ഇട്ടിട്ടാ വന്നത്. നിങ്ങളുടെ ട്രൂപ്പിൽ എന്നെയും ചേർക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ചെവി കേൾക്കാത്തവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നാറുണ്ട്. എന്നാൽ ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ചെവി കേൾക്കില്ല എന്ന് വന്നാലോ? ഇതാ ഒരു നർമ്മഭാവന. 27, 28, 29, തിങ്കൾ 29, ചൊവ്വ 30, വ്യാഴം വെള്ളി ശനി ഞായർ. തിങ്കൾ 28, ചൊവ്വ 30, അല്ല ചൊവ്വ 29, ബുധൻ 30, വ്യാഴം വെള്ളി ശനി ഞായർ. ഞാന് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് വന്നതാ. കൂടെ വന്നവർ ഞാൻ പോയി. എനിക്ക് വഴി അറിയത്തില്ല. ഈ കോഴഞ്ചേരിയിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞുതരാമോ? കോഴിക്കാണെങ്കിൽ കിലോ 38 രൂപ, നാടൻ കോഴിയാണെങ്കിൽ 40 രൂപ. കോഴഞ്ചേരിയിലേക്കുള്ള വഴി? വില കുറക്കണ പ്രശ്നം ഇവിടെ ഇല്ല. ഇവിടെ ഒരൊറ്റ വിലയുള്ളൂ, കിലോ 40 രൂപ നാടൻ കോഴി. അയ്യോ, കോഴഞ്ചേരിയിലേക്കുള്ള വഴി? എടോ, തനിക്ക് എത്ര കിലോ വേണമെന്ന് പറ. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് കോഴികളാ വിറ്റോണ്ടിരിക്കുന്നത്. എനിക്ക് അതൊന്നും താൻ ഇങ്ങനെ വില കുറക്കണ കാര്യം പറഞ്ഞാൽ നടക്കൂല. പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി അപ്പനെ വിളിച്ചോണ്ട് വരാം. എനിക്ക് കോഴഞ്ചേരി പോണം. വഴി തെറ്റിപ്പോയി. മോനോട് ചോദിച്ചപ്പോ ചെവി കേൾക്കാൻ പാടില്ല. അപ്പൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്നാലേ ഇവിടുന്ന് നേരെ പോണം. അവിടുന്ന് ഇടത്തേക്കൊരു വഴിയുണ്ട്, അതിലേ പോകരുത്. അവിടുന്ന് വലത്തേക്കൊരു വഴിയുണ്ട്, അതിലേ പോകരുത്. കറക്റ്റ് പോകണം. അങ്ങനെ പോകുമ്പോ അവിടെ പച്ച പെയിന്റ് അടിച്ചൊരു വീട് കാണാം. അവിടെ ചോദിച്ചാ മതി കോഴിയുടെ വില. ഇവിടുത്തെ വില തന്നെയാണ് അവിടെ. പരീക്ഷിക്കരുത്. കോഴിയുടെ വില കുറക്കാൻ പറ്റൂല. സ്വർണത്തിനൊക്കെ എന്താത്ത വില. കോഴഞ്ചേരിയിലൊക്കെ വഴി വഴി വഴി. എന്റെ മോളാണ് കോഴിനെ വളർത്തുന്നത്. അവളോട് ചോദിച്ചാറിയ കോഴിയുടെ വില. മോളെ, എനിക്ക് വഴി തെറ്റിപ്പോയി. കോഴഞ്ചേരിയിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരണം. അപ്പനും ചേട്ടനും ചെവി കേട്ടോടാ. കുട്ടി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. അപ്പനോട് ചോദിച്ചാ? ചോദിച്ചു ചേട്ടനോട് ചോദിച്ചു? ചോദിച്ചു. അവർക്ക് ചെവി കേട്ടൂടല്ലോ. അപ്പനും ചേട്ടനും ഇഷ്ടമാണെങ്കിൽ ചേട്ടനെ കെട്ടാൻ എനിക്കിഷ്ടമാണ്. എന്റെ പൊന്നു മാഷെ, മാരുതിക്കൊക്കെ എന്നാ വിലയാണെന്നറിയാവോ? 88 മോഡൽ ഡീലക്സിന് പുറത്ത് എന്ത് വിലയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് വാ. അവര് പറയുന്നതിനകത്തുനിന്ന് 2000 രൂപ കുറച്ച് ഞാൻ തരാം. ഇതൊന്നും നോക്ക്, പുതിയ മോഡലാ. ഇത് വേറെ. ഇപ്പൊ ബുക്ക് ചെയ്താ 1 മാസത്തിനകം കിട്ടും. ഹലോ ഹലോ, ആരത്? നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. എന്നാ ഞാൻ വരട്ടെ, നാളെ തന്നെ അറിയിക്കാം. മാഷ് നല്ലോണം ആലോചിച്ചിട്ട് വന്നാ മതി. ശരി. കൊള്ളാം. എന്താണ് ചിരിക്കുന്നത്? അതെ അതെ, മഹാരാജാസ് കോളേജിലെ ആർട്സ് ഓഫ് സെക്രട്ടറി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മിമിക്രിക്ക് ഫസ്റ്റ് പ്രൈസ്.
ആ ശ്രീനിവാസ മേനോൻ ഒരു കാർ ബ്രോക്കറായിട്ട് ഇരിക്കുന്ന കണ്ട് ചിരിച്ചു പോയതാണേ. വെക്കല്ലേ ഓ, ഓ, ഓ. എടാ, നിനക്കൊക്കെ കാർ ബ്രോക്കർ എന്ന് പറയുമ്പോ പുച്ഛമായിരിക്കും. ഒരു വണ്ടിക്കച്ചവടം ചെയ്താൽ കയ്യിൽ എത്ര വരുന്നറിയാം എമൗണ്ട്. ആ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? ഞാനൊരു അത്യാവശ്യ കാര്യത്തിനുണ്ട് നിന്നെ കാണാൻ വന്നതാ. എനിക്കൊരു മിമിക്സ് ട്രൂപ്പ് തുടങ്ങിയാക്കൊള്ളുന്നുണ്ട്. നീയും എന്നോടൊപ്പം ഒന്ന് സഹകരിക്കണം. ഞാൻ എന്റെ തെറ്റൊക്കെ വിട്ടിട്ട് എത്ര നാളായടാ. അതൊന്നും സാരമില്ല, 2-3 റിഹേഴ്സൽ എടുത്താൽ ശരിയായിക്കൊള്ളും. അപ്പൊ നീ കലാദർശനം ഇനി പോന്നാ? പോന്നു. എന്താ പ്രശ്നം? പെണ്ണു വിഷയം തന്നെ. അവന്മാര് ശരിയാവും. ചുമ്മാ കളിക്കല്ലേ, ഒക്കെ എന്നുള്ള കാര്യം പറ. എടാ, ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് മിമിക്രി കളിക്കാൻ നടന്ന ഇവിടെ എന്ത് ചെയ്യും? അതിനെന്താ, പകൽ സമയം നീ ഇവിടെ ഇരുന്നോ? പിന്നെ നിന്റെ അനിയനും ഉണ്ടല്ലോ, അതും ശരിയാവില്ല. എല്ലാം ശരിയായിക്കോളും. നീ ഇങ്ങോട്ട് എഴുന്നേറ്റേ വാ. എടാ, ഇതിന്റെ ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സഹായിക്കാം. സാമ്പത്തികം വല്ലതും വേണമെങ്കിൽ ഞാൻ ആരെങ്കിലും പറഞ്ഞ് ശരിയാക്കി തരാം. അതൊന്നും വേണ്ട, അതിനൊക്കെ വേറെ ആളുണ്ട്. നിനക്ക് ഫൈനാൻസ് ചെയ്യാൻ ഒരാളാ? അതാര്? പാപ്പച്ചൻ ചേട്ടൻ. പച്ചാളം പാപ്പച്ചൻ എല്ലാരും വിളിക്കുന്നത്. പേര് പോലെ തന്നെ ആള്. അപ്പൊ നിനക്ക് തരും. ചേർന്നില്ലെങ്കിൽ ചേർത്ത് വെക്കാൻ കഴിവുള്ളവനാ ഈ പച്ചാളം. കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാമോ? സംവിധാനം പച്ചാളം പാപ്പച്ചൻ എന്നുള്ള ബോർഡ് കണ്ടാ മതി. ഉത്സവക്കാർ, പള്ളിക്കാർ, പാർട്ടിക്കാർ എന്ന് വേണ്ട ഓരോരുത്തരും പറന്നെത്തുമായിരുന്നു എന്റെ പച്ച വെളിച്ചവും തേടി. എന്താ ചേട്ടാ ഈ പച്ച വെളിച്ചം? നിശബ്ദം, കൂരിരുട്ട്, കൊടുങ്കാട്, കാട്ടാനകളുടെയും ചീവീടുകളുടെയും ശബ്ദം മാത്രം. കാട്ടിലൂടെ പ്രേമനൈരാശ്യത്തിൽ ജീവിതം ഒഴിഞ്ഞുവെച്ചൊരു യാചകനെ പോലെ പച്ച വെളിച്ചവും തേടി പച്ചാളം പാപ്പച്ചൻ രംഗപ്രവേശം ചെയ്യുമ്പോൾ എല്ലാവരുടെയും ശരീരം രോമാഞ്ചം കൊണ്ട് തരിച്ചു പോകും. എന്റെ പ്രണയിനി, നിന്റെ പ്രേമലേഖനവും കാത്തു. ആ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. പേടിച്ചു പോയോ? ചേട്ടാ മിമിക്രി കാണിച്ചതാ. ഇപ്പൊ ചേട്ടൻ കേട്ടത് ആനയുടെ ശബ്ദം. ഇനി ചേട്ടന്റെ ശബ്ദം കേൾക്കണോ? കാണിച്ചു കൊടുക്കണ സക്രിയ. നിശബ്ദം, കൂരിരുട്ട്, കൊടുങ്കാട്, കാട്ടാനകളുടെയും ചീവീടുകളുടെയും ശബ്ദം മാത്രം. വിടുക്കാൻ കൊള്ളാം. ചേട്ടൻ ഞെട്ടിയതുപോലെ പലരെയും ഞെട്ടിക്കാൻ നാടകം കൊണ്ട് പറ്റില്ല. മിമിക്രി കൊണ്ടേ പറ്റൂ. മാത്രമല്ല ഓരോ കളിക്കും 3000 രൂപ. ദിവസം 4 കളി. 4 കളി? 3 12. അപ്പോ കൃത്യമായി 4 പറ്റത്തുള്ളോ? ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചുകൂടെ? അതൊക്കെ പറയുമ്പോ ശ്രമിച്ചാ കളിക്കാൻ പറ്റും. അപ്പൊ ഞാൻ സമ്മതിച്ചു. ഇനി ട്രൂപ്പിന് നല്ലൊരു പേരിടണം. എന്തിനാ ഇപ്പൊ പുതിയ പേരിടുന്നേ? പേരുണ്ടല്ലോ, പച്ചാളം തിയേറ്റേഴ്സ്. അയ്യേ, നമുക്ക് കലാദർശനവുമായി സാമ്യമുള്ളൊരു പേരിടണം. എന്നാലേ അവന്മാർക്ക് വരുന്ന ബുക്കിംഗ് കൂടി നമുക്ക് കിട്ടുകയുള്ളൂ. ഞാനൊരു പേര് പറയാം. യുവദർശന. കൊള്ളാം, ഉഗ്രം പേര്. സിന്ദാബാദ് സിന്ദാബാദ്, യുവദർശന സിന്ദാബാദ്. നിർത്തണ. ഇതെന്താ സംഘടന തിരഞ്ഞെടുപ്പാന്ന് വിചാരിച്ചോ? സോറി, പെട്ടെന്ന് പാർട്ടി ഓഫീസ് ആണെന്ന് തോന്നുന്നു. അത് പറ്റില്ല. ഒന്നുകിൽ മിമിക്രി അല്ലെങ്കിൽ രാഷ്ട്രീയം, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പറ്റില്ല. നമുക്ക് മിമിക്സ് മാത്രം മതി. കലാദർശന പൂട്ടിക്കുക, യുവദർശന തുറക്കുക. ഏത് പൂട്ടിയാലും ഏത് തുറന്നാലും എന്റെ പൊന്നു മക്കളെ 5 കളിയുടെ കാര്യം മറക്കരുത്. എനിക്ക് യുവദർശനവുമായി യാതൊരു ബന്ധവുമില്ലെന്നും യുവദർശന തന്നെയാണെന്നും കലാദർശന തന്നെയാണെന്നും പോളെ ഒരുമാതിരി മറ്റടുത്ത പരിപാടിയാണ് അവന്മാർ കാണിച്ചിരിക്കുന്നത്. കലാദർശന എന്ന് തന്നെ തോന്നിക്കുന്ന ഒരു പേര് അവന്മാർ വിട്ടു, യുവദർശന. ആളുകളെ കൺഫ്യൂസ് ചെയ്ത് കൂടുതൽ ബുക്കിംഗ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അവന്മാർ അങ്ങനെ ഒരു കോണസ്റ്റ് ഒപ്പിച്ച് വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് അങ്ങോട്ടും പണിയണം. അങ്ങനെ പേരിട്ട് കൊണ്ടൊന്നും കൂടുതൽ ബുക്കിംഗ് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ പുതിയ ഐറ്റംസ് അവതരിപ്പിക്കണം. കറക്റ്റ്. ഇപ്പൊ ഈ സിനിമാ താരങ്ങൾ അനുകരിക്കുന്നത് എല്ലാ അലവലാദികളും ചെയ്ത് ചളമാക്കുന്ന പരിപാടിയാണ്. നമുക്കതങ്ങ് നിർത്താം. അതെ, നമുക്കതിന് പകരം നാടക നടന്മാരുടെ ശബ്ദം അനുകരിക്കാം. സിനിമാ താരങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പോപ്പുലർ ആയതുകൊണ്ടാണ് എല്ലാവരും ആ ഐറ്റം കാണിച്ച് കയ്യിൽ വാങ്ങിക്കുന്നത്. നമുക്കത് വേറൊരു സ്റ്റൈലിൽ പ്രസന്റ് ചെയ്യാം. അതെങ്ങനെ? എല്ലാവരും ഫിലിം സ്റ്റാർസിന്റെ ശബ്ദം അനുകരിക്കുമ്പോൾ നമ്മൾ അവരുടെ പാട്ട് സീനിലുള്ള അഭിനയം അനുകരിക്കുന്നു.